എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടപ്പോഴേ മനസ്സിലായി കാണും ഞാൻ ഒരു കല്യാണത്തിന് പോവാണെന്ന്. കല്യാണ വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയാണ് ഫുഡ് കാര്യങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് എന്നത് ഈ വേഫറിന്റെ ചോക്ലേറ്റ് മുക്കി കഴിക്കുന്ന സാധനം കഴിച്ച്, പിന്നെ കുറച്ച് പോപ്കോൺ കഴിച്ച്, അതൊക്കെ കഴിഞ്ഞ് മോന് കൊടുക്കാൻ വെച്ചിരുന്നേന്ന് ഒരു ലോട്ടോ ചോക്കോപ്പൈ കഴിച്ചേട്ടാ. അതും കൂടി കഴിച്ചിട്ടാണ് അതും ഈ നഗറ്റ്സും കൂടി കഴിച്ചുകൊണ്ടാണ് കല്യാണം കണ്ടത്. കല്യാണം ഒരു രക്ഷയില്ല, ഗംഭീരമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് എല്ലാവരും കല്യാണം കാണുന്നത്. കല്യാണത്തിനെക്കാളും ആകാംക്ഷയിൽ ഞങ്ങൾ ഇരുന്ന ഫുഡായിരുന്നു മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം 2 പീസ് ചിക്കൻ ഫ്രൈ എടുത്ത് ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പറഞ്ഞു മട്ടൻ ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ പപ്പാടോ അച്ചാറും എല്ലാം കൂടി സാലഡും ഒക്കെ കൂട്ടി കഴിച്ച്, പിന്നെ കുറെ ഫ്രൂട്ട്സ് കഴിച്ചേട്ടാ. ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നു. മട്ടൻ എന്ത് ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മട്ടൻ കഴിക്കുന്നത്. നല്ല ആസ്വദിച്ചിരുന്നു എന്നെ കഴിച്ചേട്ടാ. ഞാൻ പ്രത്യേകിച്ച് ആര് നോക്കിയാലും പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു വൈബാണ് എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ. അപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്തെ സൈഡിലായിട്ട് ഊണുണ്ട്, സദ്യ ഉണ്ടെന്ന് പറയണം. എന്നാൽ പിന്നെ നമ്മൾ പോകുമ്പോൾ എല്ലാം നമ്മൾ അറിയണമല്ലോ എന്ന് വെച്ചിട്ട് സദ്യ കഴിക്കുക. ഈ കൈ പോലും കഴിവാതെ അതുപോലെ പോയിരുന്ന് സദ്യ കഴിച്ച്. നമ്മുടെ ഹിന്ദുക്കളുടെ രീതിയിലുള്ള കല്യാണ സദ്യയല്ല, സാധാരണ ഒരു സദ്യ മാത്രമാണ്. പായസം ഉണ്ടായിരുന്നു. അടപ്പായസവും പഴവും പപ്പടവും കൂട്ടി അതും കൂടി കഴിച്ചപ്പം ഭയങ്കര ആശ്വാസമായി. പിന്നെയാണ് അറിയണത് അവിടെ ഐസ്ക്രീം ഉണ്ടാകുന്നത്. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് വൈകിട്ടത്തെ റിസപ്ഷന് പോയി. ഫസ്റ്റ് ഒരു ചായയിൽ തുടങ്ങി, ചായയും വാഴക്കപ്പവും കഴിച്ച് പത്തിരി അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ കഴിച്ച്, പിന്നെ ഐസ്ക്രീമിലൊക്കെ